കേരളത്തിലെ അനുഷ്ഠാന കലകളിലെ മറ്റൊരു പ്രധാന വിഭാഗമാണ് തെയ്യം. ഉത്തരേന്ത്യൻ കാവുകളിൽ ദേവീപ്രീതിക്ക് വേണ്ടിയിട്ടാണ് തെയ്യം അവതരിപ്പിക്കാറുള്ളത്. മലയൻ, മണ്ണൻ തുടങ്ങിയ സമുദായക്കാരാണ് പരമ്പരാഗതമായിട്ട് ഇത് നടത്താറുള്ളത്. കലയും ആരാധനയും അനുഷ്ഠാനവുമൊക്കെ ഒത്തുചേരുന്നൊരു കലാരൂപമാണ് ഈ തെയ്യം. വാദ്യമേളങ്ങളും നൃത്തച്ചുവടുകളും വേഷവിധാനങ്ങളുമൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അർദ്ധവൃത്താകൃതിയിൽ തീർത്ത ഒരു മരപ്പലകയിൽ വർണ്ണക്കടലാസും പട്ടുതൊങ്ങലുമൊക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു മുടി തലയിലണിയുന്നു. ഇതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നീട് കഴുത്തിൽ പലതരം മാലകൾ അണിയുന്നു, കാലിൽ ചിലമ്പുകൾ അണിയുന്നു, ശരീരം മുഴുവനും അരിമാവും ചാന്തും മഷിയും കൊണ്ട് പലതരം കോലങ്ങൾ എഴുതും. ഇതാണ് തെയ്യത്തിൻ്റെ ഏറ്റവും വലിയ വേഷവിധാനങ്ങളിലുള്ള പ്രത്യേകത. ഓരോ മൂർത്തിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളായിരിക്കും തെയ്യത്തിനുണ്ടാവുക. കെട്ടിയാട്ടക്കാരൻ വേഷങ്ങളണിഞ്ഞ് ക്ഷേത്രമുറ്റത്തിലെത്തിയാൽ ചെണ്ടയും ഇളത്താളവും അടങ്ങുന്ന വാദ്യമേളങ്ങൾക്കനുസരിച്ച് ചുവടുകൾ വെച്ച് നൃത്തം ചെയ്യും. അല്പനേരം നൃത്തം ചെയ്തതിന് ശേഷം ഭഗവതിയെ ധ്യാനിച്ച് നിൽക്കും. ഈ നേരത്ത് കൂട്ടത്തിലുള്ള മറ്റൊരാൾ ഉപാസനമൂർത്തിയെ സ്തുതിച്ചിട്ട് 5 അടി ചൊല്ലും. ഇത് കേട്ട് തെയ്യം വേഷക്കാരൻ ദേവീ ചൈതന്യം ആവാഹിച്ച് ഉറഞ്ഞു തുള്ളും. കയ്യിലുള്ള ഗദയോ വാളോ ഒക്കെ എടുത്ത് ചില അഭ്യാസങ്ങളൊക്കെ പ്രകടിപ്പിക്കും. അതിനുശേഷം ജനങ്ങൾക്ക് മുന്നിലെത്തി അരുളിപ്പാടും അനുഗ്രഹവും ഒക്കെ നൽകും. ഇതോടുകൂടിയിട്ട് ഈ ചടങ്ങുകൾ അവസാനിക്കും. ഇതാണ് തെയ്യം അല്ലെങ്കിൽ തെയ്യം എന്ന അനുഷ്ഠാന കലയുടെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയാം.